ജോലേ വന്നില്ലേ? നാളെ രാവിലെ കാണാം. അപ്പൊ ശരി, കാണാം. എന്തേ? ഒന്ന് കഴിക്കാൻ കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വരാറുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഇവൻ്റെ ചേട്ടനാണ്. നിങ്ങൾ തമ്മിൽ ഇത്ര കമ്പനിയാണോ? ഇല്ല, ജസ്റ്റ് ഒരു ഹൈ ബൈ. ഈവ് എൻ്റെ അനിയത്തിയായിട്ട് നല്ല കമ്പനി. ഓ, ചേട്ടാ ശരിക്കും എന്തായിട്ടാ ഇവൻ്റെ പ്രശ്നം? എടോ ഞാൻ അറിയാതെ എന്റെ അമ്മയുടെ അടുത്ത് സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ. ചേട്ടാ അവരിതെല്ലാവരോടും നടന്നു പറയുന്നത് ഞാൻ അറിഞ്ഞ. ഇതിപ്പോ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചാ. സോറി. എന്താ ഇവിടെ? പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ. ഈ എന്തെങ്കിലും ടെൻഷനിലാണ്? തന്നെ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആണ് പറയുന്നത്. എടോ അയ്യപ്പ സ്വാമിയാണ് സത്യം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. ഉറപ്പാ? സത്യം. തൻ്റെ ചായ തന്നു കുടി. പിന്നെ പറ. പറ. ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നോടാണോ? ആ. എടാ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണോ പറയാന്ന് പറഞ്ഞു? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനന്ന് പാടിയത് താൻ റെക്കോർഡ് ചെയ്ത് ഏതൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ? അതറിഞ്ഞ
പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ, ഞാൻ പാടിയതയക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളൊരു മര്യാദയെങ്കിലും ഇല്ലേ? ഇതൊരു പാട്ടല്ലേ? താൻ തൻ്റെ ചെയറിലോ ഇരുന്നോണ്ടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത്? താനെന്തിനീ ചെറിയ കാര്യത്തിന് ഇത്രയും ഡിസ്റ്റർബ് എന്താ ഇതിൻ്റെ പ്രശ്നം? അറിഞ്ഞിട്ട് എന്താ? ഈ സൊല്യൂഷൻ ഉണ്ടാക്കി തരും. പറ്റും. നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും. മാരാ, എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല. നിന്നോട് ലസ്റ്റ് തോന്നാനുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിനെ പറ്റിയ ടൈപ്പൊന്നുമില്ല. എനിക്ക് നിന്നോടത് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നീ എന്നെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീലും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കും. ശരി, എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ ഇനി ഒന്നിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടുത്ത്